2025 ഒട്ടും മറക്കാൻ പറ്റാത്ത ചില പീക്ക് മൊമെന്റ്സ് സിനിമകളിൽ ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. റാൻഡം ആയിട്ടുള്ള ലിസ്റ്റാണ്, എനിക്ക് എല്ലാം ഒന്നും ഓർമ്മയില്ല, പക്ഷെ അത്രയും മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ലിസ്റ്റിൽ. ആദ്യത്തേത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ കുഞ്ചാക്ക ബോബൻ്റെ ഒരു ഇൻട്രോ ആണ്. അപ്പോൾ പുള്ളി വരുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ട്, അവരെന്തോ ഒരു മോഷണത്തിന് അവിടെ നിൽക്കുന്നുണ്ട്, ഒരൊറ്റ ചവിട്ട്. ഞാൻ ഈ തിയേറ്ററിൽ എന്താ അവിടെ നടക്കണ്, അങ്ങനെയുള്ള റിയാക്ഷനായിരുന്നു. എനിക്ക് മറക്കാൻ പറ്റില്ല ആ ഒരു കാര്യം. രണ്ടാമത്തെ F1 ആണ്. എൻ്റെ ഈ വർഷത്തെ ഏറ്റവും മികച്ചൊരു IMAX എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമുക്കറിയാം നായകൻ ജയിക്കും, നായകൻ വണ്ടി ഓടിച്ച് ജയിക്കുക നമുക്കറിയാം. പക്ഷേ അവസാന നിമിഷം കുറച്ച് ഡ്രാമയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാർ ഇങ്ങനെ പോവുകയാണ്, അവർ ഫിനിഷ് ലൈനിൻ്റെ അവിടെ എത്തുമ്പോൾ ഒരു ഫയർ വർക്ക്സ് ഉണ്ട് മോനെ. ഞാനത് കണ്ടിട്ട് എൻ്റെ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം വരും. അതായത് ഞാൻ എന്തോ ജയിച്ച പോലെയാണ് എനിക്ക് ഫീലായത് അവസാനം അത് കണ്ടപ്പോൾ. അത്രയും ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെൻ്റായിരുന്നു അത്. മൂന്നാമത്തേത് എക്കോൻ്റെ ക്ലൈമാക്സ് ആണ്. ഞാൻ ഈ അങ്ങനെ പ്രഡിക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും അതായിരിക്കും, ഒന്നുമല്ല, ഞെട്ടിച്ച് കളഞ്ഞു. ഞാൻ വിചാരിച്ചൊരു സാധനമേ ആയിരുന്നില്ല. ഇറ്റ് വാസ് റിയലി ലൈക്ക് ക്രേസി. അടുത്തത് സിന്നേഴ്സിലെ ആ ഒരു എവല്യൂഷൻ ഓഫ് മ്യൂസിക് കാണിക്കുന്ന ആ ഒരു സംഭവമാണ്. ഇത് തുടങ്ങുമ്പോൾ ഞാൻ എന്തോ വിചാരിച്ചോ വീണ്ടും പാട്ട് തുടങ്ങി ഇനിയിപ്പോൾ ഇതന്നെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ ഒരു വേറെ തന്നെ ഒരു സംഭവം. ഇത് എങ്ങനെ ചെയ്തു എന്നോ ഇത് റയൻ കൂഗ്ലറിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഞെട്ടിച്ച് കളഞ്ഞു പായൻ. അവസാനത്തേത് PTA വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ്. ക്ലൈമാക്സ് എത്തി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം, ഒരു വെറൈറ്റി കൊണ്ടുവരുമല്ലോ എന്ന് നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു റോഡിൽ ഇങ്ങനെ കയറ്റവും ഇറക്കമുണ്ട്. കാർ ഇങ്ങനെ കയറുന്നു ഇറങ്ങുന്നു. ഈ കയറി നമ്മൾ അവിടെ എത്തുമ്പോൾ ഇപ്പോൾ വരും, ഇല്ല, വീണ്ടും കയറി ഇറങ്ങി. അങ്ങനെ കുറേ നേരം നമ്മളെ ടെൻഷൻ അടുപ്പിച്ച് ഇല്ലാതാക്കി. ശരിക്കും നോക്കുമ്പോൾ ഒന്നുമില്ല, ഒരു കയറ്റമിറക്ക റോഡിൽ ഇങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, മറക്കാൻ പറ്റില്ല അത്. അപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ ആ ഒരു മറക്കാൻ പറ്റാത്തൊരു പീക്ക് മൊമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്ത് നമുക്ക് നോക്കാം.